ഹായ് എവ്രി വൺ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മസാലയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഒരു 10-11 ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത്, 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 10 വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തത്, ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് രണ്ടായി കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇവയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് എടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ മസാല തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി പൊട്ടിയ കടുകിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പകുതി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. സവാളയും ഉള്ളിയൊക്കെ വാടി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ അതിന്റെ പച്ചമുളക് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, ഇതെല്ലാം നമുക്ക് ഇതിലിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. പൊടികൾ മൂത്ത് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇതില് ചെറുതീരിട്ടിട്ട് ഒന്ന് വെന്തുടയുന്ന വരെ നമുക്കത് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് വെന്തുടയുന്നവരെ വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഈ ചാറൊന്നിച്ചിരി ഒന്ന് കുറുകുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്ന് ചെമ്മീനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചെമ്മീൻ ഒരുപാട് വേവൊന്നും ഉള്ള സാധനമല്ല, അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് നമുക്ക് തൂക്കിക്കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചു മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.